നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മനെ കളത്തിലിറക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്. അതായത് പിണറായിയെ പിടിച്ചുകെട്ടാൻ ഒരു പെൺശക്തി വേണം. മാത്രമല്ല അച്ചു ഉമ്മന് സ്വീകാര്യത കൂടുതലാണ്. കാരണം നമുക്കറിയാം, അച്ചു ഉമ്മനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വന്നപ്പോൾ ആരുടെയും സഹായമില്ലാതെ, പാർട്ടിയുടെ പോലും സഹായമില്ലാതെയാണ് അച്ചു ഉമ്മൻ തന്റെ ഭാഗം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. അത് വലിയൊരു സ്വീകാര്യത അച്ചു ഉമ്മൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു. മാത്രമല്ല നമുക്കറിയാം, വിവാദങ്ങളുടെ ചുഴിയിൽ കിടന്നിട്ടും വീണ വിജയൻ ഇതുവരെ രണ്ട് വാക്ക് പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തയ്യാറായിട്ടില്ല. എന്നാൽ തന്റെ നേർക്കൊരു വിവാദം വന്നപ്പോൾ ശക്തമായി തന്നെ രംഗത്തേക്ക് വന്ന് എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിച്ചതും ഈ വിവാദം അത് CPM പടച്ചുവിട്ടതാണ് എന്ന് തെളിയിക്കാനും അച്ചു ഉമ്മന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ നീക്കം, അതായത് ഉമ്മൻചാണ്ടിയുടെ തല തന്നെ കാണിച്ച് അധികാരം പിടിക്കുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സ്വീകാര്യനാണ്. ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന മുഖമാണ് ഉമ്മൻചാണ്ടിയുടേത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ആ മുഖം കാണിക്കാൻ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി വേണം. ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ അത്രത്തോളം ഒരു അച്ചു ഉമ്മന് കിട്ടുന്ന ഒരു സ്വീകാര്യത ചാണ്ടി ഉമ്മനില്ല. കാരണം ചാണ്ടി ഉമ്മൻ പലപ്പോഴും അങ്ങനെ പൊതുവേദികളിലൊന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളല്ല. എന്നാൽ സജീവമായി പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് അച്ചു ഉമ്മൻ. അതുകൊണ്ട് തന്നെ അച്ചു ഉമ്മനെ പിന്തുണയ്ക്കുന്നവർ ഏറെയാണ്. അച്ചു ഉമ്മൻ കളത്തിലിറങ്ങിയാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു തിരിച്ചടിയാണ്. അച്ചു ഉമ്മൻ തൽക്കാലം രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അച്ചുവിനെ സജീവമാക്കാനാണ് A ഗ്രൂപ്പ് നേതൃത്വം ശ്രമിക്കുന്നത്. ചാണ്ടി ഉമ്മനെയും അച്ചു ഉമ്മനെയും കളത്തിലിറക്കി A ഗ്രൂപ്പ് പഴയ പ്രതാപത്തിലേക്ക് പോകണമെന്നതാണ് ഈ വിഭാഗത്തിലെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. കേരള ഭരണം പിടിക്കുക എന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി തുടർന്നാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം UDF-ലെ ഭിന്നത അത്രയ്ക്കും രൂക്ഷമാണ്. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിനെതിരായ ജനവികാരം തങ്ങൾക്ക് അനുകൂലമായാൽ 2026-ൽ ഭരണം പിടിക്കാം എന്ന പ്രതീക്ഷയിൽ മുന്നോട്ടു പോകുന്ന UDF നേതൃത്വത്തിന് മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും. കാരണം അത്രയ്ക്കും വിഷയങ്ങൾ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും നിലവിലുണ്ട്. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പഴയതുപോലെ ശക്തമല്ലെങ്കിലും ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൽ അടിത്തട്ട് വരെ സ്വാധീനമുള്ള ഗ്രൂപ്പ് A ഗ്രൂപ്പാണ്. I ഗ്രൂപ്പിനെ പല കഷ്ണങ്ങളാക്കി VD സതീശനും KC വേണുഗോപാലും കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ കൂടെ ഇപ്പോൾ I വിഭാഗത്തിലെ ചെറിയൊരു വിഭാഗം മാത്രമാണുള്ളത്. A ഗ്രൂപ്പിൽ നിന്നും ഷാഫി പറമ്പിൽ, T സിദ്ദിഖ് എന്നിവരെ VD സതീശനും KC വേണുഗോപാലും അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിലും A ഗ്രൂപ്പിന്റെ അടിത്തറ കാര്യമായി തകർന്നിട്ടില്ല. വിജയിച്ചു വരുന്ന MLA-മാരുടെ എണ്ണം കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പ്രധാനമായതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിലും കാര്യമായി ഇടപെടാൻ തന്നെയാണ് A ഗ്രൂപ്പ് ആലോചിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു റിഹേഴ്സലായി എടുത്ത് വിലപേശാനാണ് നീക്കം. പാർട്ടി പദവികളിലും ഗ്രൂപ്പ് നോമിനികൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും A ഗ്രൂപ്പ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. സമാനമായ നീക്കമാണ് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന I വിഭാഗവും ഇപ്പോൾ നടത്തുന്നത്. VD സതീശനും KC വേണുഗോപാലും തങ്ങൾക്ക് ഗ്രൂപ്പില്ലെന്ന് തുറന്നു പറയുകയും അതേസമയം അവരുടെ നോമിനികളെ പാർട്ടി പദവികളിലേക്കും പാർലമെന്ററി രംഗത്തേക്കും തിരികെ കയറ്റാനാണ് ശ്രമിക്കുന്നത് എന്നാണ് A ഗ്രൂപ്പ് നേതൃത്വം ആരോപിക്കുന്നത്. ഇങ്ങനെ പരസ്പരം വിലപേശലും പാരവയ്പും നടക്കുന്ന കോൺഗ്രസ് ഗ്രൂപ്പുകൾ തന്നെ സ്വന്തം പാർട്ടിയിലെ എതിർചേരിയിലെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കാനും സാധ്യതയേറെയാണ്. കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ പകയുടെ ചരിത്രം അതാണ്. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കടമ്പ തന്നെയാണ്. ഇവർക്ക് ഏറ്റവും കൂടുതലായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന്റെ ഏകാധിപത്യ ഭരണം മാത്രമാണ്. അല്ലാതെ കോൺഗ്രസിലെ തമ്മിലടി അതിനൊരു പരിഹാരം കണ്ടെത്താതെ ഇനി പദവികൾ വീതം വയ്ക്കുന്നതിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ ചേരിപ്പോര് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മനെ കൂടി കാണിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അച്ചു ഉമ്മൻ കൂടി കളത്തിൽ വന്നാൽ അത് പിണറായിക്ക് വലിയൊരു ക്ഷീണം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഇവർ കരുതുന്നത്. എന്തായാലും വരാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അച്ചു ഉമ്മൻ രംഗത്തേക്ക് വന്നാൽ അത് വലിയൊരു പിടിവള്ളി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഉമ്മൻചാണ്ടിയുടെ പകരക്കാരി പിൻഗാമി അത് അച്ചു ഉമ്മൻ എന്ന് മുഖം കാണിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്കൊപ്പം തന്നെ അച്ചു ഉമ്മന്റെ കൂടി തല കൂടി കാണിച്ച് ഒന്ന് കളം നിറയാനാണ് വലതിന്റെ തീരുമാനം.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.